4 പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ UDF വിട്ടുവന്ന ലോക് താന്ത്രിക് ജനതാദൾ വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി, അതുപോലെ തന്നെ കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായിട്ട് ഇടതുപക്ഷത്തോട് സഹകരിച്ചു വരുന്ന INL, നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നിരുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ജനാധിപത്യ കേരള കോൺഗ്രസ്, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് B, ഈ 4 രാഷ്ട്രീയ പാർട്ടികളെ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾക്കൊള്ളിക്കുക എന്നതാണ് ഇന്നെടുത്തിട്ടുള്ള തീരുമാനം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. 2 പതിറ്റാണ്ടായി പിന്തുണയ്ക്കുന്ന INL ഉൾപ്പെടെ 4 പാർട്ടികൾക്ക് വാതിൽ തുറന്ന് ഇടതുമുന്നണി. ഒപ്പം R ബാലകൃഷ്ണപിള്ളയും ഫ്രാൻസിസ് ജോർജും നയിക്കുന്ന കേരള കോൺഗ്രസുകളും MP വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദളും ഇനി ഇടതുമുന്നണിയുടെ ഭാഗമാകും. വർഗീയ സംഘടന എന്ന പേരിൽ 2 പതിറ്റാണ്ടായി മാറ്റി നിർത്തിയിരുന്ന INL-നെ സ്വീകരിക്കുന്നു. മുന്നണി എക്കാലത്തും ശത്രുപക്ഷത്ത് നിർത്തിയിരുന്ന R ബാലകൃഷ്ണപിള്ളയെ ഒപ്പം കൂട്ടുന്നു. കരുത്ത് തെളിയിക്കും വരെ പുറത്തു നിൽക്കാൻ പറഞ്ഞിരുന്ന ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിക്ക് അംഗത്വം നൽകുന്നു. JDS-ൽ ലയിക്കാതെ മുന്നണിയിൽ എടുക്കില്ലെന്ന് പറഞ്ഞിരുന്ന വീരേന്ദ്രകുമാറിനെ വേറെ പാർട്ടിയായി തന്നെ പ്രവേശിപ്പിക്കുന്നു. രാഷ്ട്രീയമായും നയപരമായും ഇതുവരെ പറഞ്ഞിരുന്നതെല്ലാം തിരുത്തിക്കൊണ്ടാണോ പെട്ടെന്നുള്ള ഈ മുന്നണി വിപുലീകരണം? ജാതി മത വോട്ടുകൾ കൂടി ലക്ഷ്യം വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബാലൻസിംഗ് ആക്ട് നടത്തുകയാണോ ഈ മുന്നണി വിപുലീകരണത്തിലൂടെ? പരിശോധിക്കുന്നു പ്രൈം ടൈം. മുന്നണി വിപുലീകരണത്തിലൂടെ LDF ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മുന്നണിയായോ എന്ന ചോദ്യം ഉന്നയിക്കുന്നു പ്രൈം ഡിബേറ്റ്. പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താം. പ്രൈം ഡിബേറ്റിൽ നമുക്കൊപ്പം ചേരുന്നു ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റണി രാജു, CPM നേതാവ് അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, ഒപ്പം BJP നേതാവ് B രാധാകൃഷ്ണ മേനോൻ, കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജും. അതിഥികളിലേക്കും ചർച്ചയിലേക്കും വരാം. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക്. മാറിയ മുന്നണി മാറ്റുമോ ഇടത് സമവാക്യങ്ങൾ? പ്രൈം ഡിബേറ്റ് ചർച്ചയിലേക്ക് കടക്കുന്നു. ആദ്യം മുഹമ്മദ് റിയാസ്, ശബരിമല വിവാദം കത്തിനിൽക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. വളരെ ചടുലമായ ഒരു നീക്കം ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് വിപുലീകരണ നീക്കത്തിലൂടെ ഉണ്ടാകുന്നു. അതെല്ലാം സമ്മതിക്കാം. പക്ഷേ പഴയ ചില പിടിവാശികളെല്ലാം ഉപേക്ഷിച്ച് സാമുദായിക സംഘടനകൾക്കായി വാതിൽ തുറക്കുമ്പോൾ ഇതുവരെ രാഷ്ട്രീയമായി പറഞ്ഞത്, നയപരമായി പറഞ്ഞത്, ഇതെല്ലാം തിരുത്തുകയാണോ മുന്നണി? ഒന്ന്, കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പ്രാധാന്യവും പ്രസക്തിയും ഏറെ വർദ്ധിച്ചൊരു ഘട്ടമാണിത്. ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ. പൊതുവെ നല്ല അഭിപ്രായം പൊതുജനങ്ങൾക്കിടയിലുണ്ട്. നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം പല കാരണത്താൽ ഇല്ലാത്ത വ്യക്തികൾ, ഗ്രൂപ്പുകൾ, പ്രസ്ഥാനങ്ങളൊക്കെ പിന്തുണയായി സർക്കാരിനോടൊപ്പമുണ്ട്. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, നമ്മുടെ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP മുന്നണി ഗവൺമെൻറ് അമ്പേ പരാജയമാണെന്ന് സ്വജീവിതത്തിലെ അനുഭവങ്ങളിൽ ജനം തിരിച്ചറിയുന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, യഥാർത്ഥ അജണ്ടകളെ വഴിമാറ്റാൻ മതവർഗീയത സർക്കാർ തന്നെ സ്പോൺസർ ചെയ്യുന്നു. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാകുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഒരു ബദലായി, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകൾക്കും ബദലായി മാറുകയാണ്. ഈ പ്രത്യേകത കേരളത്തിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ കേന്ദ്രം തന്നെ, പ്രത്യേകിച്ച് BJP ദേശീയ നേതൃത്വം ചില ഇടപെടലുകൾ നടത്തുന്നു, അട്ടിമറി ശ്രമം നടത്തുന്നു. അതാണ് നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാമെന്നുള്ള ശ്രമം നടത്തുന്നത്. എന്നാൽ ഇതിൽ ദൗർഭാഗ്യകരമായ ഒരു കാര്യം, പേരിന് സെക്യുലറിസം പറയുന്ന കോൺഗ്രസ് നയിക്കുന്ന UDF ഇതിൽ BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ വിപുലപ്പെടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് 4 പ്രധാനപ്പെട്ട ജനസ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കടന്നു വരുന്നു. ചില പാർട്ടികൾ സഹകരിക്കാൻ തയ്യാറായി നിലകൊള്ളുന്നു. ഇത് പലരെയും UDF ക്യാമ്പിൽ, BJP ക്യാമ്പിൽ പലരെയും വലിയ രീതിയിലേക്കുള്ള ഞെട്ടലിന് കാരണമാക്കി മാറ്റി എന്നുള്ളത് സ്വാഭാവികമാണ്.
പക്ഷേ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2004 സമാനമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ. 2004 ഇതുപോലെയായിരുന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വീണ്ടും വരാതിരിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് കോൺഗ്രസ് കേരളമാകെ നടന്നു പറഞ്ഞിരുന്നു. പക്ഷേ അവസാനം വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ അംഗബലം ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായാൽ മാത്രമേ, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബ്ലോക്കായി അവർ ഉണ്ടായാൽ മാത്രമേ ഇന്ത്യയിൽ സെക്യുലറിസം ശക്തമായി നിലകൊള്ളൂ എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി. ഒരു MP പോലും കോൺഗ്രസിന് കേരളത്തിൽ നിന്നുണ്ടായിട്ടില്ല. UDF തകർന്ന് തരിപ്പണമായി 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിന് സമാനമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് 2019 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ വിപുലപ്പെടുന്നത്. ഇത് സ്വാഭാവികമായും ഇടതുപക്ഷത്തേക്ക് നേരത്തെ പല കാരണത്താൽ അടുക്കാൻ മടിച്ചിരുന്ന ആളുകളെ ഉൾപ്പെടെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിയാസ്, മതേതര മുഖം ആണ് ഉള്ളതെന്ന് അവകാശപ്പെടുന്ന മുന്നണി വർഗീയ കക്ഷിയാണെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗിനെ വരെ അകറ്റി നിർത്തിയ ഒരു മുന്നണിയാണ്. INL അടക്കമുള്ളവരെ മുന്നണിയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ അത് നിലപാടിൽ വെള്ളം ചേർക്കലാണെന്നുള്ള ആരോപണം മറുഭാഗത്തു നിന്ന് വരില്ലേ? അല്ല, മറുഭാഗത്ത് ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. INL ഇപ്പോൾ നമുക്കറിയാം, ബാബരി മസ്ജിദിന്റെ തകർച്ച. ബാബരി മസ്ജിദ് തകരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു ഇന്ത്യ ഭരിച്ചത്. കർസേവക്ക് സന്യാസനത്തിന് തുറന്നു കൊടുക്കുമ്പോൾ രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ശ്രീ സുലൈമാൻ സേഠ് സാഹിബ് എടുത്ത ശക്തമായ നിലപാട് അത് മുസ്ലിം ലീഗിനകത്ത് വലിയ രീതിയിലേക്കുള്ള പിളർപ്പിന് കാരണമായി മാറി. അതിനുശേഷമുള്ള INLന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ INL ഇന്ത്യയിൽ സെക്യുലറിസം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ കൈക്കൊണ്ടുവന്ന് കാണാൻ വേണ്ടി സാധിക്കും. ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ പലയിടങ്ങളിൽ വർഗീയ ലഹളകൾ ഉണ്ടായി, കലാപങ്ങൾ ഉണ്ടായി. ശ്രീകൃഷ്ണ കമ്മീഷന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ അത് ചൂണ്ടിക്കാട്ടിയത് നമുക്കറിയാം. അന്ന് പൊട്ടിമുളച്ച ഒരുപാട് മുസ്ലിം തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള സംഘടനകളുണ്ട്. മുസ്ലിം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ തീവ്രവാദ ആശയഗതിയിലേക്ക്, ഭീകരവാദ ആശയഗതിയിലേക്ക് തള്ളിവിടുന്ന പല സംഘടനകളും. അവരിൽ പലരും ഇപ്പോഴും തെറ്റിദ്ധരുത്തിയിട്ടില്ല. എന്നാൽ അന്നൊക്കെ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത പ്രസ്ഥാനമാണ് INL. ആ നിലയിൽ INLൽ പ്രത്യേകിച്ച് കേരളത്തിലെ മതവിശ്വാസികളായിട്ടുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ മഹാഭൂരിപക്ഷവും ആഗ്രഹിക്കാത്തതാണ് ഭീകരവാദ പ്രവർത്തനം, ആഗ്രഹിക്കാത്തതാണ് മതവർഗീയവാദ പ്രവർത്തനം. ഹൈന്ദവ മതവിഭാഗത്തിലെ ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കാത്ത ഹിന്ദുത്വ വർഗീയ പ്രവർത്തനം പോലെ തന്നെ മുസ്ലിം മതവിഭാഗത്തിലുള്ള ഭൂരിപക്ഷവും ആഗ്രഹിക്കാത്ത മതവർഗീയ പ്രവർത്തനത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന INL ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരുന്നതോടുകൂടി UDFനോടൊപ്പം നിലകൊണ്ടിരുന്ന മുസ്ലിം ജനവിഭാഗത്തിലെ ചിലരുൾപ്പെടെ ഇപ്പോൾ കടുത്ത അസംതൃപ്തിയിലാണ്. കാരണം കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ BJPയുടെ B ടീമാകുന്നു. രാത്രി ഉറങ്ങാൻ നേരത്ത് ഗുഡ് നൈറ്റ് പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ രാവിലെ എണീറ്റ് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ BJP ആകുന്നു. ഇതിന്റെ ഭാഗമായുള്ള അമർഷമുള്ള മതന്യൂനപക്ഷ വിഭാഗത്തിൽ ആത്മാർത്ഥമായി മുസ്ലിം ലീഗിനോടൊപ്പവും കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പലരും ഇനി INLലേക്കും ഇടതുപക്ഷ മുന്നണിയിലേക്കും CPMലേക്കും ഒക്കെ കടന്നു വരാൻ വേണ്ടി പോകുന്നു എന്നത് സ്വാഭാവികമായും അവരിൽ കടുത്ത പ്രയാസം സൃഷ്ടിക്കുന്നുള്ളത് സംശയമില്ല. റിയാസ്, അതായത് INL പറഞ്ഞതുപോലെ ഇടതുമുന്നണിക്ക് ഒരു തിരിച്ചറിവ് വരികയാണ്. INLനുള്ളത് സെക്യുലർ പ്രവർത്തനങ്ങളാണ്, സെക്യുലർ മുഖമാണ്, അതുകൊണ്ട് മുന്നണിയിൽ പ്രവേശിപ്പിക്കാം. അങ്ങനെ ഒരു തിരിച്ചറിവ് വരാൻ 25 വർഷം എടുത്തു. അങ്ങനെ ഒരു ചോദ്യവും ബാക്കിയാവില്ലേ? INL നേരത്തെ മുതലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചവരാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. INLന്റെ MLA മാരുണ്ടായിട്ടുണ്ട്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ INL MLA മാർ വിജയിച്ചിരുന്നു. 2016 11 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദൗർഭാഗ്യവശാൽ അവർ പരാജയപ്പെട്ടു. 2006 INL നിയമസഭാ അംഗം ഇടതുപക്ഷ പിന്തുണയോടുകൂടി വിജയിച്ചിരുന്നു. അപ്പം നേരത്തെ തന്നെ INL ഞങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങൾക്കൊപ്പം അവരവരുടെ പ്രവർത്തനത്തിലൂടെ അവർക്കെതിരെ വന്നിരുന്ന ഇത്തരം കുപ്രചരണങ്ങൾ തെറ്റാണ് എന്ന് സ്വയമേവ അവരുടെ പ്രവർത്തനത്തിലൂടെ അവർ തെളിയിച്ചിട്ടുണ്ട്. സെക്യുലറിസം കാത്തു സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭരണഘടന തന്നെ കടുത്ത അപകടാവസ്ഥയിലെത്തുമ്പോൾ ഭരണഘടനയേക്കാൾ വലുത് ഹിന്ദുത്വ അജണ്ടയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ ഹിന്ദുത്വ അജണ്ടയുടെ വിശ്വാസത്തോടൊപ്പം സിന്ദാബാദ് വിളിക്കുന്നവരായി മുസ്ലിം ലീഗ് മാറുമ്പോൾ INL എടുത്ത സ്റ്റാൻഡ് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ INLനെ കുറിച്ച് പ്രത്യേകിച്ച് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന, രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നല്ല മതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കാരണമായി മാറും. INL അവരുടെ പ്രവർത്തനത്തിലൂടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാൻ സന്നദ്ധമായ ഒരു പ്രസ്ഥാനമാണ് INL എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ തിരികെ വരാം. ശ്രീ ആന്റണി രാജു, ഈ മുന്നണി വിപുലീകരണം ഇടത് സമവാക്യങ്ങൾ മാറ്റുമോ? ഒരു സാമുദായിക രാഷ്ട്രീയ കാലമാണ്. ഒരു ഹിന്ദു ക്രിസ്ത്യൻ
മുസ്ലിം മേൽവിലാസം ഇടതുമുന്നണിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു വിപുലീകരണമാണ് നടക്കുന്നതെന്ന് ആരോപണം ഉന്നയിച്ചാൽ എങ്ങനെയാണ് പ്രതിരോധിക്കുക? ആ ആരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഇന്നിപ്പോൾ ഈ മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി ഈ മുന്നണിയിലേക്ക് കടന്നു വന്ന പുതിയ ഘടകകക്ഷികളെല്ലാം തന്നെ ഏതാണ്ട് വളരെ കാലം ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളായി പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടികളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം PJ ജോസഫ് സാർ നേതൃത്വം കൊടുത്തിരുന്ന പഴയ കേരള കോൺഗ്രസ് പാർട്ടി, അതിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഞങ്ങൾ 2 പതിറ്റാണ്ട് കാലം കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയായി പ്രവർത്തിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പ്രത്യേക സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ഐക്യത്തിന്റെ പേരിൽ മുന്നണി വിടേണ്ടി വന്നു. എന്നിട്ട് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ പാർട്ടിയിലെ പഴയ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും പ്രവർത്തകരും തിരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയോട് വിട പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 1989 മുതൽ 2010 വരെയുള്ള ഏതാണ്ട് 21 വർഷക്കാലം ഈ മുന്നണിയുടെ ഘടകകക്ഷിയായി പ്രവർത്തിച്ച പാർട്ടിയാണ്. അതുപോലെ തന്നെയാണ് ശ്രീ MP വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയായി പ്രവർത്തിച്ച പാർട്ടിയാണ്. ശ്രീ R ബാലകൃഷ്ണപിള്ളയും 1977 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായി നിലകൊണ്ടൊരു പാർട്ടിയാണ്. INL സംബന്ധിച്ചിടത്തോളം പണ്ട് അഖിലേന്ത്യാ ലീഗ് ഇടതുപക്ഷ മുന്നണിയുടെ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ച പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും തത്വങ്ങളെയോ ആശയങ്ങളെയോ അവരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടൊന്നും തന്നെ ഇടതുപക്ഷ മുന്നണി ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, 20 വർഷം ഇപ്പോൾ ഒരു ദീർഘകാലമായി INL എന്തുകൊണ്ട് മുന്നണിയിൽ എടുത്തില്ല എന്ന് അങ്ങ് സവർണ ചോദിച്ചല്ലോ. കഴിഞ്ഞ 20 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മുന്നണി വികസിപ്പിക്കുന്നത് തന്നെ, മുന്നണിയിൽ പുതിയ ഘടകകക്ഷികളെ ചേർക്കുന്നത് തന്നെ ഇപ്പോഴാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമേ മുന്നണിയിലേക്ക് പുതിയ ഘടകകക്ഷികളെ, നേരത്തെ സഹകരിക്കുന്ന പാർട്ടികളെ ചേർക്കാൻ കഴിയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2.5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയെ പോലെ തന്നെ വളരെ ആത്മാർത്ഥമായി സജീവമായ മുന്നണിക്ക് വേണ്ടി പോരാടുകയും മുന്നണിക്ക് വേണ്ടി നിലപാടുകൾ കൈക്കൊള്ളുകയും മുന്നണിയെ പ്രതിരോധിക്കാൻ നിലപാടെടുക്കുകയും ചെയ്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ സഹകരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ഘടകകക്ഷി എന്നേക്കാളും പല പാർട്ടികളെക്കാളും വളരെ എഴുകിച്ചേർന്ന് പ്രവർത്തിച്ചൊരു പാർട്ടിയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയൊരു അംഗീകാരമാണ്. കേരള കോൺഗ്രസ് മേഖലകളിൽ ഇത് വലിയ ചലനമുണ്ടാക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ അത്തരം മേഖലകളിൽ വികസിക്കും എന്ന് മാത്രമല്ല, മാണി ഗ്രൂപ്പിലെ അസംതൃപ്തരായ നേതാക്കന്മാരും പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായി ജനാധിപത്യ കേരള കോൺഗ്രസ് മാറിയതോടുകൂടി ആ പാർട്ടിയിലെ അസംതൃപ്തരായ നേതാക്കന്മാരും പ്രവർത്തകരും അതിവിദൂരം വളരെ ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ തന്നെ ഈ പാർട്ടിയിലേക്കും അതുവഴി ഇടതുപക്ഷ മുന്നണിയിലേക്കും കടന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ തീരുമാനം, ചരിത്ര തീരുമാനം, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ അടിത്തറ വികസിക്കുന്നു. അതിനെ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു മുന്നണിയായി അത് മാറാൻ പോകുന്നു. അത് UDF-നും BJP-ക്കും കടുത്ത വെല്ലുവിളിയാണ് വരും ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യം ഉയർത്താൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു മുന്നണിയായി വരും കാലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ മാറാൻ പോവുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, അത്യാവശ്യമായ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ബാലൻസിംഗ് ആക്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നടത്തുകയാണോ ഇടതുമുന്നണി? ഇതുവരെ രാഷ്ട്രീയപരമായി നയപരമായി പ്രകടിപ്പിച്ച നിലപാടുകൾ, പ്രകടിപ്പിച്ച ചില പിടിവാശികൾ, ഇതെല്ലാം തിരുത്തുക കൂടി ചെയ്യുന്നുണ്ടോ ഈ മുന്നണി വിപുലീകരണത്തിലൂടെ? ഇതിനകത്തൊരു നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട്. 2019 തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഒരു ഡു ഓർ ഡൈ ഫൈറ്റാണ്. കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും ഈ 2 പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന 2 മുന്നണികൾ മുഖാമുഖം നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് BJP ശബരിമല വിഷയം അങ്ങനെ ഒരു സ്പേസ് കണ്ടെത്താൻ അതിശക്തമായി എല്ലാ ശക്തികളും, ഇപ്പം നമുക്ക് വടക്കേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പോലും കണ്ടു. BJP ഇനി നോക്കുന്നത് തെക്കേ ഇന്ത്യയിലേക്കായിരിക്കും. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് BJP. കേരളം അവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റിൽ ഒന്നാണ്. അവിടേക്ക് BJP ശക്തമായിട്ട് വരുമ്പോൾ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഫൈറ്റിന്റെ മൂർച്ച കൂടുകയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു വശത്ത് ജനാധിപത്യ കേരള കോൺഗ്രസ്,
മറുവശത്ത് INL. ഞാൻ ഈ രണ്ട് പാർട്ടികളെ മാത്രമേ തൽക്കാലം കേന്ദ്രീകരിക്കുന്നുള്ളൂ. ബാലകൃഷ്ണപിള്ളയ്ക്ക് തീർച്ചയായിട്ടും കൊല്ലം അതുപോലെ അടൂർ തുടങ്ങിയ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒരു സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ഒരു സാമുദായികമായ നായർ സമുദായത്തിൽ അദ്ദേഹത്തിന് പിന്തുണയുണ്ട്. അതുപോട്ടെ, ഈ രണ്ട് പാർട്ടികൾ ഒരു വശത്ത് ഈ രണ്ട് കക്ഷികൾക്കും ഇത് തുറക്കുന്ന സാധ്യതകൾ ഏറെയാണ്, ജനാധിപത്യ കേരള കോൺഗ്രസിനും INLനും. മറിച്ച് മലബാർ ബെൽറ്റിൽ CPMന് ഇടതുപക്ഷത്തിന് ഒരു പുതിയ ശക്തിയുടെ പിന്തുണ അംഗീകാരത്തോടുകൂടി വരികയാണ്. അതുപോലെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ മേഖലകൾ CPMന്റെ അത്ര വലിയ കോട്ടകളൊന്നുമല്ല, കേരള കോൺഗ്രസിന് കുറച്ചും കൂടെ സ്വാധീനം ഉറപ്പിക്കാൻ പറ്റുന്ന മേഖലയാണ്. ഇതുകൊണ്ട് വളരെ സ്ട്രാറ്റജിക്കായിട്ട് രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ CPM നേതൃത്വം, ഇടതുമുന്നണി നേതൃത്വം വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ളൊരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സമർത്ഥമായ ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ബി രാധാകൃഷ്ണ മേനോൻ, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തുന്നു ഇടതുമുന്നണി. ഇങ്ങനെ ഒരു വിപുലീകരണത്തിലൂടെ 4 പോക്കറ്റുകളിലുള്ള 4 പാർട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് ഏത് രീതിയിലുള്ള ഗുണമാണ് അത് പാർട്ടിക്ക് ഉണ്ടാക്കുക, മുന്നണിക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഇനിയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ വിലയിരുത്തുകയും ചെയ്യും. എത്രത്തോളം മതേതരമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മുന്നണി വിപുലീകരണത്തെ BJP കാണുന്നത്? ഇത് കമ്മ്യൂണിസത്തിൻ്റെ ഗതികേടിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് BJP ഇതിനെ കാണുന്നത്. കാരണം ഇപ്പോൾ ദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നത് ശബരിമല തീവയ്പ്പിനെ തുടർന്നുണ്ടായ ഒരു അന്തരീക്ഷമാണ്. അന്നത്തെ ഇവിടുത്തെ ഹിന്ദു വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ശബരിമല തീ വെച്ച പ്രതികളെ പിടിക്കും, റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസത്തിന് ഇവിടെ പ്രിയപ്പെട്ട ജേക്കബ് ജോർജ് ചരിത്രം അറിയുന്നയാളാണ്. ആ കാലത്ത് കമ്മ്യൂണിസത്തിനെതിരായി അതിനുശേഷം കോൺഗ്രസും ലീഗും PSPയും ചേർന്ന് കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഒരു മുന്നണി ഉണ്ടാക്കി. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, കൂട്ടിക്കെട്ടിയ മുന്നണി കൊണ്ട് ഈ കൂറ്റൻ ചെങ്കൊടി താഴൂല എന്ന് അഭിമാനത്തോടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് മുദ്രാവാക്യം വിളിച്ചു. ഇന്ന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര കൊടി കൂടിയായി ഇപ്പോൾ കൂട്ടിക്കെട്ടുന്നത്? ഒന്ന്, ഇപ്പോൾ ജേക്കബ് ജോർജ് ഇവിടെ സൂചിപ്പിച്ചു ബാലകൃഷ്ണപിള്ള വലിയ സ്വാധീനമാണ്. ബാലകൃഷ്ണപിള്ളയുടെയും വീരേന്ദ്രകുമാറിൻ്റെയും 2 കുടുംബം, അതിൽ അച്ഛനും മകനും തമ്മിൽ എത്രമാത്രം യോജിപ്പുണ്ടോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നാട്ടുകാർ കണ്ടതാണ് എന്തൊക്കെയാണ്. അപ്പോൾ ഏതായാലും 2 കുടുംബവും 2 ജാതി 2 വിഭാഗീയ പാർട്ടികൾ. അപ്പോൾ ആ നിലയ്ക്കുള്ള 2, കാരണം ലീഗ് ഇപ്പോൾ INLനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ പറഞ്ഞിരുന്നത് പഴയ കാലത്ത്, ലീഗിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അപ്പം അങ്ങനെയല്ല, ലീഗിനെ കുറിച്ചും കേരള കോൺഗ്രസിനെ കുറിച്ചുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ അതിനെയെല്ലാം ആ CPMന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ചെങ്കൊടിക്കൊപ്പം കൂട്ടിക്കെട്ടേണ്ട ഗതികേട്, ഇത് കമ്മ്യൂണിസത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായി. അതിൻ്റെ ആരംഭം നേരത്തെ തുടങ്ങിയതാണ്. കാരണം കഴിഞ്ഞ ഈ മുന്നണി ഉണ്ടാക്കിയ കാലത്ത് കമ്മ്യൂണിസത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം തുടങ്ങിയെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു പ്രയാണത്തിൻ്റെ വളരെ വേഗം വർദ്ധിച്ചിരിക്കുന്നു. ഇനിയും ഈ കമ്മ്യൂണിസം ആശയം പറഞ്ഞ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആശയപരമായി പരാജയപ്പെട്ട ആ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഒരു ആശയമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആണേലും വ്യക്തിയുടെ ആണേലും അവസ്ഥ അത് മൃതശരീരമാണ്. അതിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ സെൻറ്റും അത്തരമൊക്കെ പൂശി ഇതിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് ജനങ്ങളുടെ വീട്ടിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇവരെ എല്ലാം കൂട്ടുപിടിച്ചു എന്നതിനപ്പുറത്ത് ആ ആശയം പൂർണ്ണമായും ഇല്ലാതാവാൻ പോകുന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ മുന്നണി വിപുലീകരണം. ഇതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി രക്ഷപ്പെടാൻ പോവുകയല്ല. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് കോൺഗ്രസും UDFും CPMും ഒരുമിച്ചൊരു മുന്നണിയാണ് ഉണ്ടാക്കേണ്ടത്. കാരണം ഇവർ അംഗീകരിക്കുന്ന നേതാവ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ പിന്നാലെയാണ് ഇപ്പോൾ പിണറായി അടക്കം നടക്കുന്നത്. അപ്പം സ്വാഭാവികമായും ഇവരെല്ലാവരും കൂടി ഒന്നിച്ചൊരു മുന്നണി ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ അതാണ് രാഷ്ട്രീയമായി ഇന്നത്തെ സാഹചര്യത്തിൽ അവരുടെ അന്തസ്സായ രാഷ്ട്രീയ പ്രവർത്തനം. അതിൽ നിന്നും ഇവരൊക്കെ നരേന്ദ്രമോദിയും BJPയാണ് മുഖ്യശത്രു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു നിൽക്കുന്ന 2 മുന്നണി. ആ മുന്നണികൾ ഇപ്പോൾ ജാതി പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട്, കുടുംബ സംവിധാനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് പുതിയൊരു മുഖം സൃഷ്ടിക്കാൻ വേണ്ടി ഉള്ള ഒരു പരിശ്രമം മാത്രമാണ് ഈ നടക്കുന്നത്. ഇത് ആ മുന്നണിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ ആശയപരമായ അടിത്തറ സമ്പൂർണ്ണമായി തകർന്ന്. കാരണം ഇന്ന് CPI നേതാവ് കാനൻ രാജേന്ദ്ര സൂചിപ്പിച്ചു, അയ്യപ്പ ജ്യോതി തെളിക്കാൻ ആളുകൾ പൊക്കോട്ടെ,
എന്താ കാരണം? കാരണം അവർ ശബരിമലയിലേക്ക് ഇന്നലെ വരെ ഇവിടുത്തെ മാവോയിസ്റ്റുകളെയൊക്കെ ക്ഷണിച്ചു കൊണ്ടുവന്ന് കയറ്റുകയാണ്. ഈ പ്രവർത്തനം നടത്തിക്കൊണ്ട് വന്നിരുന്നവരാണ് ഇപ്പൊ പറയുന്ന അയ്യപ്പ ജ്യോതിക്കും പൊക്കോ ആളുകൾ. കാരണം അവർക്ക് അവരുടെ ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് അവരുടെ LDFന്റെ നേതൃത്വത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരിക്കുന്നു. ഞാൻ തിരികെ വരാം. ശ്രീ വീരാദർശൻ മേനോൻ, കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ നമുക്ക് ചേരുന്നു. ശ്രീ അജയ് തറയിൽ, വർഗീയ കക്ഷിയാണെന്ന് ആരോപിച്ച് ലീഗിനെ വരെ അകറ്റി നിർത്തിയ ഇടതുമുന്നണി INL അടക്കമുള്ളവർക്ക് പ്രവേശനം നൽകുന്നത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സമവാക്യങ്ങൾ മാറുന്നത് ഒരു വഴിക്ക്. അതോടൊപ്പം തന്നെ ഇതുവരെ നയപരമായി, ആശയപരമായി, രാഷ്ട്രീയപരമായി ഒരു മുന്നണി അവകാശപ്പെട്ട വാദങ്ങളെ തിരുത്തുന്നുണ്ടോ ഈ മുന്നണി വിപുലീകരണം? കണക്ട് ചെയ്യുമ്പോൾ കട്ടായി പോകും. അജയ് തറയിൽ ചില സാങ്കേതിക തകരാറുകൾ, അദ്ദേഹത്തിലേക്ക് തിരികെ വരാം എന്ന് കരുതുന്നു. ഞാൻ അജയ് തറയിലേക്ക് വരാം. അതിനു മുൻപ് മുഹമ്മദ് റിയാസ്, നേരത്തെ വീരാദർശൻ മേനോൻ പറഞ്ഞ പോലെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ആരോപണത്തിന് പഞ്ഞമുണ്ടാവുകയില്ല, ആശയപരമായ അടിത്തറ തകർന്നോ എന്നൊരു ചോദ്യം BJPക്ക് ചോദിക്കാം. ഇതങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ചില വിഷയങ്ങളിൽ ഇടതുമുന്നണി സ്വീകരിച്ചിരുന്ന ചില നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലേ? എല്ലാ കാലത്തും മുന്നണി ശത്രുപക്ഷത്ത് നിർത്തി ആക്രമിച്ചിരുന്ന R ബാലകൃഷ്ണ പിള്ളയുടെ പാർട്ടിയാണ് തിരികെ വരുന്നത്. ഇടതുപക്ഷത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അദ്ദേഹത്തിനെതിരെ കേസുകൾ കൊടുത്ത ചരിത്രം കേരള ജനത മറന്നിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഇനി ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിയോട് കരുത്ത് തെളിയിക്കും വരെ പുറത്തു നിൽക്കൂ എന്ന് പറഞ്ഞ ഇടതുമുന്നണിയാണ് അംഗത്വം നൽകുന്നത്. വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്കും ലയനം വേണ്ട, വേറെ പാർട്ടിയായി തന്നെ പ്രവേശനം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇടതുമുന്നണി കടക്കുകയും ചെയ്യുന്നത്. ഒന്ന്, ഇവരൊക്കെ നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചിരുന്ന പാർട്ടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന പാർട്ടികളുമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് മത്സരിച്ച് ജയിച്ച ജനപ്രതിനിധികൾ ഒക്കെയുള്ളവരാണ് ഈ പാർട്ടികൾ. അല്ലാതെ ഒരു പുതുമ അതിലില്ല. രണ്ട്, ഇപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞ് ഞാൻ കേട്ടു, BJP ദേശീയ തലത്തിലുള്ള മുന്നണി സംവിധാനം എത്ര കോടി കെട്ടിയിട്ടാണെന്ന് നമുക്കറിയാം. അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി സംവിധാനവും അതിൽ ഉൾപ്പെടുത്തുന്ന പാർട്ടികളും അതിൻ്റെ ക്രെഡിബിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? BJPയുടെ മുന്നണി സംവിധാനത്തിലുള്ള പാർട്ടികൾ ഓരോന്നോരോന്നായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. മഹാരാഷ്ട്രയിൽ ശിവസേന, അച്ഛൻ്റെയും മോൻ്റെയും കഥ പറഞ്ഞപ്പോൾ ശിവസേനയെ ഇവർ വിടാതെ പിടികൂടിയവരായിരുന്നു. അത് പോട്ടെ. ഉത്തർപ്രദേശിലെ BJPയുടെ സഖ്യകക്ഷി പോകുന്നുവെന്നാണ് ഇന്ന് എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളിലും വാർത്ത വന്നിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ BJPയുടെ പല സഖ്യകക്ഷികളുടെയും സ്ഥിതി എന്തെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ ഭരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി 2014 കെട്ടി എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുണ്ടാക്കിയ മുന്നണി സ്ഥിതി എന്താണ് എന്നുള്ള അനുഭവത്തിലായിരിക്കും അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ താരതമ്യം ചെയ്തുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ പരിപാടിയോടുകൂടി ഈ രാജ്യത്ത് നവ ഉദാരവൽക്കരണ നയത്തിന് ബദൽ ഉയർത്തി പിടിച്ചു പോകാൻ, ജനക്ഷേമ പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോകാൻ സാധ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഗവൺമെൻറ്, മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ മാതൃകയായി മാറുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി എന്ത് എന്നുള്ള ചർച്ച ഇവിടെ നടത്തുന്നത് വളരെ ബോധപൂർവമാണ്. അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു സോണിയാഗാന്ധിയാണ് നിങ്ങളുടെ നേതാവ്, രാഹുൽ ഗാന്ധിക്ക് പിന്നാലെയാണ് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ. എന്തിനാണ് അത് പറഞ്ഞത്? BJPയിലെയും UDFയിലെയും അണികളും BJPയിലെയും UDFയിലെയും പരമ്പരാഗത വോട്ടർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന നിലപാടുകൾ ഗവൺമെന്റിന്റെ സമീപനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷത്തേക്ക് അടുക്കുന്നു. അപ്പോൾ ഇടതുപക്ഷത്തേക്ക് അടുക്കുന്ന വോട്ട് UDFയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ പ്രചരണം BJP കുറേ കാലമായി നടത്തുന്നു. ശബരിമല വിഷയത്തിലും അവർ ബായ് പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് വരാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ MP-മാർ ഉണ്ടാകാതിരിക്കാൻ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. കോൺഗ്രസ് MP-മാർ അവരുടെ ക്രെഡിബിലിറ്റി, പാർലമെന്റിൽ അവർ നിശബ്ദരായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കോൺഗ്രസിന്റെ MP-മാരാണ് ഇന്ന് BJP MP-മാരിൽ പഴയ കോൺഗ്രസ് MP-മാരാണ് ബഹുഭൂരിപക്ഷം. അപ്പൊ കോൺഗ്രസ് MP-മാർ എത്രയുണ്ട് എന്നുള്ളതല്ല പ്രശ്നം, അവരുടെ നിലപാട് എന്ത് എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. അപ്പൊ കേരളത്തിൽ പരമാവധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗബലം കുറക്കുക, ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം കുറക്കുക എന്നുള്ള ടാക്ടിക്സ് ആണ് BJP പയറ്റുന്നത്. ആ ടാക്ടിക്സിന്റെ ഭാഗമായി വളരെ ബോധപൂർവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് അടുക്കുന്നവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്രചരണം നടത്തുന്നത്. ഇത് UDFും BJPയും ഒരുമിച്ച് നടത്തുന്ന പ്രചരണമാണ്.
ഒരു ഭാഗത്ത് ശക്തമായ നിലപാട് കൈക്കൊള്ളുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ BJP-യുമായി പല രീതിയിലുള്ള ശക്തമായ സമീപനം എടുത്തു പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരിവാരി തേക്കാൻ UDF ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിന്റെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന BJP UDF-യുമായി കൈകോർക്കുന്ന നമ്മൾ കണ്ടതാണ്, നിരവധി സംഭവങ്ങളിൽ കണ്ടതാണ്. അതിന്റെ ഭാഗമായുള്ള ഒരു പ്രചരണമാണ് ഇപ്പൊ ഇവിടെ BJP വക്താവിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ BJP-ക്കൊപ്പം നിന്നിരുന്നവരുൾപ്പെടെ നിരാശരാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ വാഗ്ദാനങ്ങളിൽ നിരാശരാകുന്നു. അവരൊക്കെ തന്നെ നരേന്ദ്രമോദിക്കും BJP-ക്കും ഒപ്പം നിന്നത് രാജ്യത്ത് BJP-ക്ക് വോട്ട് ചെയ്തവർ നിന്നതുപോലെ തന്നെ ഹിന്ദു രാഷ്ട്രമൊന്നും സ്വപ്നം കണ്ടിട്ടല്ല, മറിച്ച് തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പട്ടിണി, കർഷക ആത്മഹത്യ ഇതുപോലുള്ള തീർച്ചയായും റിയാസ് ഞാൻ തിരികെ വരാം. റിയാസ് ദയവായി തുടരുക. കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ നമുക്ക് ചേരുന്നു. ശ്രീ അജയ് തറയിൽ, CPM-ന്റെ വിശദീകരണം, ഇടതുമുന്നണിയുടെ വിശദീകരണം അങ്ങനെയാണ്. ഇതൊരു മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ്. കോൺഗ്രസും BJP-യും ഭായി പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം സമാനമായ നിലപാടുള്ള, സമാനമായ സഹകരണമുള്ള, പിന്തുണച്ചു നിൽക്കുന്നവരെ കൂടെ നിർത്തുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. അത് രാഷ്ട്രീയത്തിന്റെ മര്യാദ തന്നെയാണ്. ശ്രീ അജയ് തറയിൽ. ഇതൊരു രാഷ്ട്രീയ മര്യാദയുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് മാറ്റണം, കമ്മ്യൂണൽ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് മാറ്റേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ NSS മാർക്സിസ്റ്റ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞപ്പോൾ ബാലകൃഷ്ണപിള്ളയെ മുന്നണിയിലെടുത്തു അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു. കത്തോലിക്ക സഭയെ പാച്ചപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ വോട്ട് കിട്ടാൻ വേണ്ടി ഫ്രാൻസിസ് ജോർജിനെ മുന്നിലെടുത്തിരിക്കുന്നു. മലബാറിലെ മുസ്ലിം ലീഗിന് ഒരു കാരണവശാലും കിട്ടുകയില്ലെന്നുകൊണ്ട് INL കൂടെ എടുത്തിരിക്കുന്നു. ഈ 3 രാഷ്ട്രീയ പാർട്ടികളും UDF ഒമിറ്റ് ചെയ്ത രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടികളെ വർഗീയമായി കേരളത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി കണ്ട് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെയും കൊടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതനത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഇന്നേ വരെ ഇല്ലാത്തൊരു അധപ്പതനം, രാഷ്ട്രീയമായ അധപ്പതനം. ശ്രീ അച്യുതാനന്ദൻ അദ്ദേഹം സഹിയില്ലാതെ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വർഗീയമായി ചേരിതിരിവുണ്ടാക്കി വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അടവ് നയം എന്ന് പറയുന്ന, വർഗീയ വോട്ടുകൾ പിടിക്കുന്ന ഒരു രാഷ്ട്രീയ അടവ് നയമാണ് കേരളത്തിൽ ശ്രീ പിണറായി വിജയനും ശ്രീ കൊടിയേരി ബാലകൃഷ്ണനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അവിടെ വോയിസുള്ള ആളുകളില്ല, തോമസ് ഐസക്കോ അല്ലെങ്കിൽ അവിടെ MA ബേബിയോ AK ബാലനെ പോലെയുള്ള ഈ കുറച്ച് ആദർശമുള്ള ആളുകളൊക്കെ, അവരൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് പിണറായി വിജയൻ്റെ ഏകാധിപത്യമാണ് ആ പാർട്ടിയിൽ നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ BJP-യുമായി ഭായി എന്ന് പറയുന്നത് അതേക്കുറിച്ച് നാണമില്ല പറയാൻ. ഈ കേരളത്തിൽ ശശി തരൂർ ജയിച്ചത് രാജഗോപാലിനെ തോപ്പിച്ചിട്ടാണ്, BJP സ്ഥാനത്ത് തോപ്പിച്ചിട്ടാണ്. ഇവിടെ മഞ്ചേശ്വരത്ത് UDF ജയിച്ചത് BJP-യെ തോപ്പിച്ചിട്ടാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ, കേരളത്തിലെ, ഇന്ത്യയിലെ പോട്ടെ, ഇന്ത്യയിലെ കുറിച്ച് ഞാൻ അവരെ പറയുന്നില്ല, നിങ്ങൾ പറയും ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ മനഃപൂർവ്വം പരിഹസിക്കുകയാണെന്ന് പറയും. ഇന്ത്യയിൽ ആ പാർട്ടി ഇല്ല. പക്ഷെ കേരളത്തിൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി BJP-യെ പരാജയപ്പെടുത്തി MLA ആയ ഒരു സ്ഥലം പറയാമോ നിങ്ങൾക്ക്? കോൺഗ്രസും UDF-ഉമാണ് BJP-യെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ. ഇതിനുള്ള മറുപടി കൂടി, ആശയപരമായ അഭിപ്രായമുള്ള CPM നേതാക്കളെ, ആ നേതാക്കളുടെ പേര് വരെ എടുത്ത് അജയ് തറയിൽ പറഞ്ഞിട്ടുണ്ട്, ആ നേതാക്കളെ വരെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്, ഒരു ഏകാധിപത്യമാണ് നടക്കുന്നത്. അതുമാത്രമാണ് ഈ മുന്നണി വിപുലീകരണം. അല്ല, അദ്ദേഹത്തിന് അങ്ങനെ പറയാം. CPIM സെക്രട്ടേറിയറ്റ്, CPM സെക്രട്ടേറിയറ്റിലെ ജനാധിപത്യം, CPM സംഘടനാ കമ്മിറ്റികളുടെ ജനാധിപത്യം എന്നൊക്കെ കേൾക്കുമ്പോൾ പതിറ്റാണ്ടുകളായി ഒരു സമ്മേളനം പോലും നടത്തിയാൽ ക്രമസമാധാന പ്രശ്നമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമെന്നുള്ള നിലയിൽ, നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. വല്ലാത്തൊരു കൊതിയും ആഗ്രഹവും വല്ലാത്തൊരു താല്പര്യവും ഞങ്ങളുടെ സംഘടന ജനാധിപത്യ രീതിയിൽ അദ്ദേഹത്തിനുണ്ടാവും. ഒരു ഷുഗർ പേഷ്യൻറ്റിന് നല്ല മധുരമുള്ള ഒരു ലഡു കണ്ടാലുള്ള ഒരു അവസ്ഥയാണ് CPIM സെക്രട്ടേറിയറ്റിലെ ചർച്ചയും സമ്മേളനങ്ങളും ഒക്കെയുള്ള വാർത്ത കേൾക്കുമ്പോൾ അജയ് തറയിലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ടാകുക. കാരണം അവർക്കിതൊന്നും പറ്റില്ല. പറ്റുന്നവരെ കണ്ട് വായിൽ വെള്ളം ഒലിപ്പിക്കുകയല്ല എന്നല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഇവിടെ വിഷയം എന്താ? ഇവിടെ വിഷയം ഒന്നുകൂടി പറയാം. നിയമത്ത് BJP-ക്ക് നിയമസഭയിൽ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്താരാ? നിങ്ങളാണല്ലോ. നിങ്ങളവിടെ 3-ാം സ്ഥാനത്ത് പോയി നിങ്ങൾ വോട്ട് മറിച്ചു കൊടുത്തു. നിങ്ങൾ എവിടെയൊക്കെ BJP-യെ സഹായിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ BJP മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ BJP-ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നൽകിയത് ജീവനുകളാണ്, രക്തസാക്ഷികളാണ്, പോരാളികളാണ്. നിരവധി പേർ പരിക്കേറ്റു. നിങ്ങളുടെ ഒരു നേതാവ്, നിങ്ങളുടെ ഒരു പ്രവർത്തകൻ
BJPക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായി ഒരു മഴയെങ്കിലും കൊണ്ടൊരു ത്യാഗം സഹിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടെ ലീഡർഷിപ്പിനെ വരെ, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ മറ്റു സംസ്ഥാനത്ത് കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഡൽഹിയിൽ കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയെ അഖിലേന്ത്യാ ഓഫീസിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ ഞങ്ങളെ ഭീകരമായി ആക്രമിക്കുക, താഴെത്തട്ട് മുതൽ മുകളിലെ നേതൃത്വം വരെ ആക്രമിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാരുമായി തലയിൽ മുണ്ടിട്ട് ചർച്ച നടത്തി എങ്ങനെ MLA ആവാം, MP ആവാം എന്ന് ശ്രമിച്ചു. ത്രിപുരയിലെ ഞങ്ങളുടെ ഭരണം പോകാൻ വേണ്ടി നിങ്ങളുടെ 36% വോട്ടിൽ 34% വോട്ടും BJPക്ക് നൽകിയതല്ല, BJP നിങ്ങളെ വിഴുങ്ങി. അങ്ങനെ ത്രിപുരയിൽ ഞങ്ങൾ പരാജയപ്പെട്ട് BJP അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ പടക്കം പൊട്ടിച്ച് ആഹ്ലാദ നൃത്തമാടി. എന്നാൽ ഗുജറാത്തിൽ നിങ്ങൾ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, കർണാടകയിൽ BJP പരാജയപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ധമായ മാർക്സിസ്റ്റ് വിരോധമാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു രാഷ്ട്രം ലക്ഷ്യമാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന അപകടകരമായ രാഷ്ട്രീയത്തിനെതിരെ ഒരു ബദലായി മാറാൻ ആത്മാർത്ഥമായ അഭിപ്രായം ഞങ്ങൾ പറയുമ്പോൾ ആ അഭിപ്രായത്തെ മുന്നണി വിപുലീകരണത്തിനെതിരെ കോൺഗ്രസും BJPയും ഉയർത്തിയ ആരോപണങ്ങളെ മാറ്റി നിർത്തിയാൽ പോലും ഇതിനകത്തു നിന്ന് ചില സ്വരങ്ങൾ ഉയർന്നിട്ടില്ലേ? ഒരു MLA പോലും ഇല്ലാത്ത ലോക് താന്ത്രിക് ജനാധിപത്യ കോൺഗ്രസ് ഇവരെല്ലാരും പ്രവേശിപ്പിച്ചപ്പോൾ MLA ഉള്ള കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിയെ മാറ്റി നിർത്തി. ഈ മുന്നണിയിൽ ഉൾപ്പെട്ടവരിൽ പലരും ഇടതു പാർട്ടികളല്ല എന്ന് കോവൂർ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊളിറ്റിക്കൽ പാർട്ടീസ് 4 ഇൻക്ലൂഡ് ചെയ്തതോടുകൂടി ഉണ്ടായിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, ഒരു പൊതു സ്വീകാര്യത, ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഈ മുന്നണിയിൽ ഇങ്ങനെ ആളുകളെയൊക്കെ എടുത്തു എന്ന് പറയുന്നവർ എടുക്കുന്ന സമീപനം നോക്കൂ. BJP കേരളത്തിൽ ഉണ്ടാക്കിയിരുന്ന മുന്നണിയുടെ സംവിധാനം എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. UDF അത് പിന്നെ ഒരു മുന്നണിയാണോ? അതിനകത്ത് ഇന്നുള്ളവർ നാളെ ഉണ്ടാകുമോ? പുറത്തുള്ളവനെ അകത്തും അകത്തുള്ളവനെ പുറത്തുമാക്കാനുള്ള ഒരു പ്രത്യേകതരം ഒരു സംവിധാനമായി UDF മാറിയിട്ടില്ലേ? അകത്തുള്ളവരെ പുറത്താക്കി ഏതെങ്കിലും മുന്നണി ആരെങ്കിലും ഒഴിവാക്കിയാൽ ചാടി വിഴുങ്ങുന്നവരും, സ്വന്തം പാർട്ടിയിൽ സ്വന്തം മുന്നണിയുള്ളവർക്ക് പരസ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം എന്ത് പറഞ്ഞാലും അവരെ മുന്നണിയിൽ തന്നെ നിർത്തിക്കൊണ്ടു പോകുവാനുള്ള തന്ത്രം നടത്തുന്ന UDFും ആരെങ്കിലും കിട്ടിയാൽ മതി കേരളത്തിലൊന്ന് മുന്നോട്ട് വരാൻ എന്നുള്ള നിലപാടിന്റെ ഭാഗമായി മുന്നണി വിപുലീകരിക്കാൻ ശ്രമം നടത്തുന്ന BJPയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇവ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്നതിന്റെ പൊതു സ്വീകാര്യത, മതിപ്പ് കേരളത്തിലാകെ ഈ തെരഞ്ഞെടുപ്പിൽ മലയടിക്കും. ഭാവിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിന്റെ തുടർച്ച കാണുവാനും നമുക്ക് സാധിക്കും. ഒരു തർക്കമില്ല. ഇനിയുള്ള കാലം UDFിൽ നിന്നും BJPയിൽ നിന്നും സഹികെട്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ തെറ്റായ നിലപാടിൽ സഹികെട്ട് പ്രതിഷേധിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ കൂടുതൽ പേർ വരുന്ന രാഷ്ട്രീയ കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ വേണ്ടി പോകുന്നത്. റൈറ്റ് മുഹമ്മദ് റിയാസ്, ഏതായാലും ചർച്ചയിലേക്ക് തിരികെ വരാം. വിലപേശൽ ശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ ഈ മുന്നണികൾ പാർട്ടിയിലേക്ക് വരുന്നത്? അതോടൊപ്പം തന്നെ പുനഃസംഘടന കൊണ്ട് ഉണ്ടാകുന്ന നേട്ടം ഇടതുമുന്നണിക്കാണോ, മുന്നണികൾക്കാണോ, പാർട്ടികൾക്കാണോ? ചോദ്യങ്ങൾ ബാക്കിയാണ്. ചർച്ചയിലേക്ക് വരാം. ചെറിയ പ്രൈം ഡിബേറ്റ് തുടർന്നു. ശ്രീ അജയ് തറയിൽ, താൽക്കാലികമായി ഒരു നേട്ടവുമില്ലാതെ, ഒരു ഉപാധികളും ഇല്ലാതെയാണ് ഈ 4 പാർട്ടികളും മുന്നണിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പുനഃസംഘടന കൊണ്ട് ഉണ്ടാകുന്ന നേട്ടം ഇടതുമുന്നണിക്കാണോ അതോ ഈ പാർട്ടികൾക്കാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. തൽക്കാലത്തേക്ക് ഒരു വിലപേശൽ ശേഷി ഇല്ലാത്ത അവസ്ഥയിലാണോ ഈ പാർട്ടികൾ? അല്ല, വിലപേശൽ ശേഷിയല്ല. ഇപ്പോൾ അവർ കണക്ക് കൂട്ടിയത് ഈ പാർട്ടികൾക്ക് എല്ലാവർക്കും കൂടി കേരള രാഷ്ട്രീയത്തിൽ 3% വോട്ടുണ്ട്. അപ്പോൾ അവരുടെ വോട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വോട്ട്, അവർക്കൊരു 10-12% വോട്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ വോട്ട് എങ്ങനെയെങ്കിലും വീണ്ടെടുത്ത് ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഉണ്ടായ ഒരു ദയനീയ സ്ഥിതിയിൽ നിന്നും കരകയറാൻ വേണ്ടി ഒരു വൈക്കോൽ തുരുമ്പിനെ കിട്ടിയാലും അതുപോലെ ഇപ്പോൾ ജാനു അപേക്ഷ പോലും വെച്ചിട്ടില്ല, ജാനുവിൻ്റെ കൂടെ എടുക്കാമെന്ന് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ചായ്വോടെ കേരളത്തിലെ ജനസമൂഹം നിന്ന ഒരു കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി AK ഗോപാലിൻ്റെയും EM ശങ്കരനമ്പൂതിരിപ്പാടിൻ്റെയും ഒക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് അതപ്പതിച്ച് ഒരു ഭരണകൂടത്തിന് വേണ്ടിയുള്ള മുതലാളിത്തവുമായി കോംപ്രമൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്യാപിറ്റൽ ശക്തികളുമായി കോംപ്രമൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മുതലാളിത്ത കൂട്ടുകെട്ടിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമായി മാറുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ജയിക്കാൻ വേണ്ടി ആരെയും കൂട്ടുപിടിക്കുന്ന സംവിധാനം. ഇവിടെ ശ്രീ റിയാസ് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി.
ഇവിടെ ബി ജെ പിയും അവരുമായി എവിടെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി കർണാടകയിൽ മത്സരിച്ചത് ഞങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടല്ലോ, ഞങ്ങളെ തോൽപ്പിക്കാനാണ് നടന്നത്. അവർ തെലങ്കാനയിൽ മത്സരിച്ചത് മാർക്സിസ്റ്റ് പാർട്ടി, CPI ഞങ്ങളുടെ കൂടെ നിന്നു. പക്ഷേ അവരൊറ്റക്ക് തോൽപ്പിക്കാനാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാതെ നിന്നു. രാജസ്ഥാനിൽ 30 സീറ്റിൽ അവർ മുന്നണി ഉണ്ടാക്കി മത്സരിച്ചു. അവർ 2000-ഉം 4000-ഉം വോട്ട് പിടിച്ചു. 30 സീറ്റ് കോൺഗ്രസ് ജയിക്കേണ്ട സീറ്റ് അവർ തോൽപ്പിച്ച് കളഞ്ഞു. പശ്ചിമ ബംഗാളിൽ BJPയും മാർക്സിസ്റ്റ് പാർട്ടി കൂടി കൂട്ടുകൂടിക്കൊണ്ട് ഒന്നിച്ച് ജാഥ നടത്തുന്നു. അവർ ഒരേ കൊടി പിടിച്ച് ജാഥ നടത്തിക്കൊണ്ട് മമതാ ബാനർജിക്കെതിരെ സമരം ചെയ്യുന്നു. ഈ ഇന്ത്യയിൽ ബീഹാറിൽ വിശാലമായ സഖ്യമുണ്ടാക്കി കോൺഗ്രസ്. വിശാലമായ സഖ്യത്തിൽ ലാലു പ്രസാദ് യാദവും ശരത് യാദവും അടക്കമുള്ള ആളുകളൊക്കെ ഒന്നിച്ചു കൂടിയപ്പോൾ അവിടെയും CPM ഒറ്റയ്ക്ക് മത്സരിച്ചു. അപ്പോൾ എവിടെയെല്ലാം BJPക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമോ അവിടെയെല്ലാം BJPയെ ജയിപ്പിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ ആശയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ളത്. കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ ആദ്യമായി നിയമസഭയിൽ 2650 വോട്ടിന് കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചു കയറുമ്പോൾ അദ്ദേഹത്തെ ജയിപ്പിച്ച മുഖ്യ രാഷ്ട്രീയ പാർട്ടി RSS ആണ്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും ഉദുമയിൽ KG മാരാർക്ക് വേണ്ടിയാണ് വോട്ട് പിടിച്ചത്. EK നയനാർ കാസർഗോഡ് പാർലമെന്റ് ഇലക്ഷൻ തോറ്റ ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇന്നുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ ധ്രുവീകരണം, ആ പാർട്ടിയുടെ അടിത്തറ തകർന്നു പോയപ്പോൾ ശ്രീ അജയ് തറയിൽ മന്ത്രിസ്ഥാനമോ അതല്ലെങ്കിൽ ഒരു ലോക്സഭാ സീറ്റോ ആവശ്യപ്പെടാവുന്ന നിലയിലാണോ മുന്നണിയിലേക്ക് വരുന്ന ഈ പാർട്ടികൾ? ഇവരുടെ ഭാവി എന്താകുമെന്ന് തോന്നുന്നു? ഇവർ കൊടുക്കാമല്ലോ. INL ലോക്സഭാ സീറ്റ് കൊടുക്കാം, ഫ്രാൻസിസ് ജോർജിന് ലോക്സഭാ സീറ്റ് കൊടുക്കാം, വീരേന്ദ്രകുമാറിന് രാജ്യസഭാ സീറ്റ് കൊടുത്തു കഴിഞ്ഞു, ഇനിയും അവർക്ക് പാർലമെന്റ് സീറ്റ് കൊടുക്കാം. അതുപോലെ ബാലകൃഷ്ണപിള്ളക്ക് മാത്രമാണ് ബാക്കി 3 പേർക്കും ലോക്സഭാ സീറ്റ് കൊടുക്കാം എന്ന എഗ്രിമെന്റിലാണ് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു രാഷ്ട്രീയമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ അപജയമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടുമായി. ഇത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടൊന്നുമല്ല. പിണറായി വിജയൻ ശക്തി പ്രാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിലാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പ്രതികരിക്കാൻ കഴിയാത്ത കുറേ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കുറേ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും വന്നുപോയതുകൊണ്ട് ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട്, കമ്മ്യൂണിസം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ഇടതുപക്ഷമാണ് നടക്കുന്നത്. രാഷ്ട്രീയ അപജയമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഒരു കാലത്ത് പഴയ നേതാവ് PJ ജോസഫിനെ കൊണ്ട് പള്ളിയും പട്ടക്കാരെല്ലാം തള്ളിപ്പറയിക്കാൻ EMS ശ്രമിച്ചു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ലാതെ, ഒരു ഉപാധിയും ഇല്ലാതെയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് അടക്കമുള്ളവർ മുന്നണിയിലേക്ക് വരുന്നത്. ഇതിനകത്ത് ഈ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ BJP ആരോപിക്കുന്ന പോലെ നടക്കുന്ന അപജയം എന്താണ്? അപർണ, അജയ് തറയിലിന്റെയൊക്കെ ചാരിത്യ പ്രസംഗം കേൾക്കുമ്പോൾ കേരള രാഷ്ട്രീയം അറിയുന്ന ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേര് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതാണ്. ലെഫ്റ്റ് പാർട്ടികളും ഡെമോക്രാറ്റിക് പാർട്ടികളും കൂടെ ചേരുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഈ മുന്നണിയുടെ ഭാഗമായി ഘടകകക്ഷിയായി കാലങ്ങളായി പ്രവർത്തിച്ച പാർട്ടികൾ മാത്രമാണ് ഇപ്പോൾ വീണ്ടും ഈ മുന്നണിയുടെ ഘടകകക്ഷികളായി മാറിയിരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ വരുമ്പോൾ ആ പാർട്ടികളെല്ലാം നല്ല പാർട്ടികൾ, ഐക്യജനാധിപത്യ മുന്നണി വിട്ട് സലാം പറഞ്ഞാൽ ആ പാർട്ടികളെല്ലാം വർഗീയ പാർട്ടികൾ. ഞാൻ ചോദിക്കട്ടെ മിസ്റ്റർ അജയ് തറയിൽ, നിങ്ങളുടെ മുന്നണിയിൽ വർഗീയ പാർട്ടികളായ NDP എടുത്തത് നിങ്ങളുടെ മുന്നണിയല്ലേ? SRP എടുത്തത് നിങ്ങളുടെ മുന്നണിയല്ലേ? ലീഗിനെ ഇപ്പോൾ നിങ്ങളുടെ മുന്നണിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കോൺഗ്രസ് മുന്നണിയിലല്ലേ? ഞാൻ വേറൊന്നുകൂടെ ചോദിക്കാം, നിങ്ങളുടെ പാർട്ടിയിലെ വെറും ജനാധിപത്യ മുന്നണിയാണല്ലോ. ആ പാർട്ടിയിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ പേരുള്ള ലെഫ്റ്റ് പാർട്ടികളായ RSPയും CMPയും JSSഉം ഇപ്പോഴത്തെ ജയവരാജന്റെ പാർട്ടിയും എങ്ങനെയാ ഘടകകക്ഷികളായത്? അവർ ലെഫ്റ്റ് പാർട്ടികളല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹം ജില്ലാ കൗൺസിൽ മെമ്പറായിട്ട് ജയിച്ചതും പാർലമെന്റ് മെമ്പറായി ജയിച്ചതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മാത്രമാണ്. ഞാൻ ജില്ലാ കൗൺസിൽ മെമ്പറായി ജയിച്ചതും നിയമസഭാംഗമായതും നിയമസഭയിലേക്ക് പല പ്രാവശ്യം മത്സരിച്ചതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മാത്രമാണ്. ഞങ്ങളുടെ പാർട്ടി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ KC ജോസഫ് 3 പ്രാവശ്യം MLA ആയത് 91-ലും 96-ലും 2001-ലും MLA ആയിട്ട് മത്സരിച്ചതും ജയിച്ചതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായി തന്നെയാണ്. അങ്ങനെയുള്ളൊരു പാർട്ടിയെ കുറിച്ച്
ശ്രീ അജയ് തറയിൽ ഇത് പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക? കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അങ്ങേക്ക് ഒന്നും അറിയില്ലെന്നല്ലേ ധരിക്കുക? ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അങ്ങേക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു അഭിപ്രായം പറയാൻ കഴിയുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മുന്നണി വിപുലീകരണം അപർണ 91 ശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞു. അതേസമയം ഐക്യജനാധിപത്യയുടെ അവസ്ഥ എന്താ? എല്ലാ ദിവസവും മുന്നണി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദേവരാജന്റെ പാർട്ടി ഇടതുപക്ഷ മുന്നണി വിട്ടുപോയപ്പോൾ നേരെ തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മതേതര പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ആവശ്യങ്ങളും രാഷ്ട്രീയമായ നിലപാടുകളും അറിയാമോ? പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ പിമ്പേ നടന്ന് അവരെ മുന്നണിയിലേക്ക് എടുക്കേണ്ട ഗതികേടുണ്ടായത് CPM-ന്റെ ആന്റണി രാജുവിൻ്റെ പാർട്ടിക്ക് രാഷ്ട്രീയ അപജയം സംഭവിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ അപജയത്തിൻ്റെ പേരിലാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ അവർ മുന്നണിയിലെടുത്തുകൊണ്ട് ഒരു വൈക്കോൽ തുരുമ്പിനെയെങ്കിലും 3% ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടുമ്പോൾ 3% വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂടി കൂട്ടി ഒരു രാഷ്ട്രീയമായ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി CPM ശ്രമിക്കുന്നത്. 70-ൽ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിനോട് ചോദിച്ചു, കോൺഗ്രസിൻ്റെ കൊടുക്കുമ്പിൽ എങ്ങനെ വന്ന് ഈ 7 കൊടി എന്ന് ചോദിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, എല്ലാ വർഗീയ പാർട്ടികളെയും, എല്ലാ സാമുദായിക രാഷ്ട്രീയ സംഘടനകളെയും ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നേടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അത് ചെയ്യാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ സമുദായ സംഘടനകളുമായി കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. 87-ൽ SNDP യോഗം MK രാഘവന്റെ നേതൃത്വത്തിൽ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടായ SRP അല്ല, SNDP യോഗമുണ്ടാക്കിയതാണ്. NDP ഉണ്ടായിട്ടുണ്ട്, SRP ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം ലീഗ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ മതേതര ശക്തികളെ ആക്കാൻ വേണ്ടി എല്ലാ മതങ്ങളെയും, എല്ലാ സമുദായങ്ങളെയും, എല്ലാ സമുദായ സംഘടനകളെയും ആശ്ലേഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾക്കത് തെറ്റില്ല. പക്ഷേ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന, ഇതിനെയൊക്കെ എതിർക്കുന്ന, ഈ സമുദായങ്ങളെയെല്ലാം തകർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഈ ഗതികേട് വന്നതിലുള്ള ഒരു ശരിയായി ചെയ്യുന്ന കാര്യം പോലും അത് ഇടത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയത്തിന് വിരുദ്ധമാണെന്ന് അജയ് തറൽ അടക്കം പറയുമ്പോൾ, പക്ഷേ വരാനിരിക്കുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കൃത്യമായി 4 പോക്കറ്റുകളിലുള്ള 4 പാർട്ടികളാണ് വരുന്നത്. മധ്യ തിരുവിതാംകൂറിൽ NSS-ന് എതിരെ കേരള കോൺഗ്രസ് ബി വരുന്നു. മധ്യ തിരുവിതാംകൂറിൽ തന്നെ സഭാവിശ്വാസികളിലേക്ക് വരാൻ ഫ്രാൻസിസ് ജോർജിന്റെ കേരള കോൺഗ്രസ്, ജനാധിപത്യ കേരള കോൺഗ്രസ്, അതോടൊപ്പം മലബാർ ലക്ഷ്യമിട്ടുകൊണ്ട് വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദളും കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിനകത്തുണ്ട്. അത് ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഭാഗവുമാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തെ ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് നേരിടുക? ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ. അല്ല, നിലവിലുള്ള പാർട്ടിയുടെ ഗതികേട് കൊണ്ട് ഒരു പുതിയ മുഖം നൽകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിനൊരു, ഇപ്പോൾ ആന്റണി രാജു തന്നെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞല്ലോ, ഇതൊന്നും പുതിയതായിട്ട് അതിനകത്ത് ആരാ വന്നേ? ഇതിലേത് പാർട്ടിയാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നത്? പണ്ടേ ഇവരുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെ. ഇത് ഇവരോടൊപ്പം നിന്ന് പല പ്രാവശ്യം ഇവരുടെ ഭാഗമായി നിന്ന് ഇവർക്ക് CPM-ന് വേണ്ടി കുറെ കാലമായി വിടുപണിയെടുക്കുന്ന അവർ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ വീട്ടുവേലയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നോളാൻ പറഞ്ഞു എന്നതിനപ്പുറത്ത് വേറെ വലിയ പ്രസക്തിയൊന്നുമില്ല. ഇവരുള്ളിലിരുന്നാലും പുറത്തിരുന്നാലും പൊതുസമൂഹത്തിന് ഇവരോട് ഒരേ മനോഭാവമാണ്. കാരണം ഈ പാർട്ടികളുടെയൊക്കെ ജനപിന്തുണ എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് പുതിയതായിട്ടിപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് ഒരു മുഖം കൊടുക്കുമെന്നോ അല്ലെങ്കിൽ ഒരു വലിയ ശക്തി ഉണ്ടാക്കുമെന്നോ ഒന്നും ആരും വിചാരിക്കുന്നില്ല. അതിനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം കമ്മ്യൂണിസം ഇന്ന്, പ്രത്യേകിച്ച് പിണറായി വിജയൻ ഇന്ന് ഈ നാട്ടിലെ ഈശ്വരവിശ്വാസികൾ മുഴുവൻ വെറുക്കപ്പെടുന്ന നേതാവായി, വെറുക്കുന്ന പാർട്ടിയായി കമ്മ്യൂണിസവും മാറി, വെറുക്കപ്പെടുന്ന നേതാവായി പിണറായിയും മാറി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഇതിൻ്റെ ഈ പാർട്ടികളെ കൂട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ പ്രഖ്യാപനം നടത്തി. കാരണം ഇനിയിപ്പോൾ ജീവനുള്ള ആരും അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലില്ല. കൂടെ നിൽക്കുന്നവരെയൊക്കെ ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ച് തൽക്കാലം നിർവൃതി അടയാം എന്നതിനപ്പുറത്ത് ഈ രാഷ്ട്രീയ നീക്കത്തിന് ഒരു പ്രസക്തിയുമില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു പുതിയ ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല.
ഒരു സംശയവും ശ്രീ ജേക്കബ് ജോർജ്, പക്ഷേ ശ്രീ ജേക്കബ് ജോർജ് അങ്ങനെ ഒരു ചലനം ഉണ്ടാക്കാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുകയില്ലേ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ NSSനെതിരായി ഇതുപോലെ കേരള കോൺഗ്രസ് ബി വരുന്നതടക്കമുള്ള വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഇടതു മുന്നണിക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കം ഉണ്ടോ? അതേസമയം ഒരു ഉപാധികളുമില്ലാതെ ഈ 4 പാർട്ടികളും വരുമ്പോൾ നേട്ടം ഏത് രീതിയിലായിരിക്കും? അല്ല, അതെ, ഈ CPM ഒന്നും കാണാതെ ഇതുപോലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ട്, അതും 2019 തെരഞ്ഞെടുപ്പ് കുറെ മാസങ്ങൾക്കപ്പുറം മാത്രം നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ ഒരു തീരുമാനം, പ്രധാനപ്പെട്ട തീരുമാനം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ എടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ രാഷ്ട്രീയമായ എല്ലാ കണക്കൂട്ടലും നടത്തിയിട്ട് തന്നെയാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. ഈ കഴിഞ്ഞ മധ്യപ്രദേശ് തുടങ്ങിയ തെരഞ്ഞെടുപ്പിന്റെ ഫലം കോൺഗ്രസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത, കോൺഗ്രസ് നേതൃത്വം പോലും പ്രതീക്ഷിക്കാത്ത നേട്ടമാണ് അവരുണ്ടാക്കിയത്. അതിന്റെ ഫലവും കേരളത്തിലുണ്ടാവും. കോൺഗ്രസിന് അനുകൂലമായ ഒരു ചലനം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്, യാതൊരു സംശയമില്ല. കേന്ദ്രം ഭരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ലക്ഷണത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസിന് അനുകൂലമായ ഒരു ചിന്തയിലേക്ക് പൊയ്ക്കൂടായികയില്ല. രാഷ്ട്രീയമായ ഒരു ശരിക്കും നിരീക്ഷിക്കാവുന്ന കാര്യമാണ്. അതും CPM ഉൾക്കൊണ്ടിട്ടുണ്ടാവണം, അതും ഒരു ഭീഷണിയായിട്ട് കണ്ടിട്ടുണ്ടാവണം. കാരണം ചുരുക്കം ഇത്രയുമേ ഉള്ളൂ, കേരളത്തിൽ CPMന് ഇടതുപക്ഷത്തിന് കുറേ സീറ്റുകൾ കിട്ടിയേ പറ്റൂ. 20 സീറ്റിൽ പരമാവധി സീറ്റുകളുമായിട്ടേ ഡൽഹിയിൽ ചെല്ലാൻ കഴിയൂ. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഈ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്നു വേണം കരുതാൻ. ഒരു കാര്യം കൂടിയുണ്ട്. 1980 E.K. നായരുടെ ഗവൺമെന്റിൽ കോൺഗ്രസ് വരെ സഖ്യമായിരുന്നു. ആന്റണി പക്ഷം നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാര്, PC ചാക്കോ തുടങ്ങിയവരൊക്കെ മന്ത്രിമാരായിരുന്നു. അതിനകത്ത് KM മാണി, സാക്ഷാൽ KM മാണി അതിൽ ഇടതുപക്ഷത്തിൽ മന്ത്രിയായിരുന്നു. പിന്നീട് KM മാണി അടുത്ത കാലത്ത് വരെ കേരള കോൺഗ്രസ്, KM മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് ചേരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കി അത് അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ തിരിച്ചു പിടിച്ച് അത് ഞാൻ പറയുന്നില്ല, അവസാനം അങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. ഈ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു KM മാണിയെ തിരിച്ച് കേരള കോൺഗ്രസിനെ. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസും INലുമാണ്. അവർക്ക് രണ്ടുപേർക്കും വളരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഈ രാഷ്ട്രീയം അവർക്കായിരിക്കും വളരെയധികം പ്രയോജനപ്പെടുക എന്ന് തന്നെ സംശയമില്ല. അതോടൊപ്പം തന്നെ ശ്രീ ജേക്കബ് ജോർജ്, അനധിവിദൂരം അല്ലാത്ത ഒരു ഭാവിയിൽ മറ്റ് ചില വിലപേശികൾ, കേരള കോൺഗ്രസ് ബി അടക്കമുള്ളവർ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് പറയുമ്പോൾ പോലും അങ്ങനെയുള്ള ചില വിലപേശലുകളെയും തള്ളിക്കളയാൻ കഴിയില്ല, കണ്ണടച്ച് കളയാൻ കഴിയുകയുമില്ല. അങ്ങനെ കൂടിയില്ലേ? അത് വിലപേശലുണ്ടാവും. പക്ഷെ ബാലകൃഷ്ണ പിള്ളയ്ക്ക് അദ്ദേഹത്തിന് മന്ത്രിയാകാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ മന്ത്രിസ്ഥാനം ചോദിക്കൂ. ഇവിടെ മകനാണെങ്കിൽ പോലും അദ്ദേഹം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞില്ല ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന്. മകനാണെങ്കിൽ പോലും പുള്ളി മന്ത്രിസ്ഥാനം ഒന്നും വിട്ടുകൊടുക്കുകയില്ല. തന്നെയല്ല, മകനെ മന്ത്രിയാക്കിയാലുള്ള പ്രശ്നം, ഗണേശ് ഉമ്മൻചാണ്ടിയുടെ അരുമയായ മന്ത്രിയായിരുന്നു എന്ന് ഓർക്കണം. അവസാനം ചില പ്രശ്നങ്ങളുടെ പേരിൽ രണ്ടുപേരും തെറ്റിയതാണ്. ആ തെറ്റലിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ ബാലകൃഷ്ണപിള്ളി ആയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കണം. അപ്പോൾ ബാലകൃഷ്ണപിള്ളയ്ക്ക് ആകാൻ സാധ്യത തെളിഞ്ഞാൽ മാത്രമേ അദ്ദേഹം അതിന് സന്നദ്ധനാവുകയുള്ളൂ എന്നതാണ് സത്യം. ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ ആന്റണി രാജു, നേരത്തെ ഇപ്പോൾ ചർച്ചയിൽ BJP ആണെങ്കിലും UDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും കോവൂർ കുഞ്ഞുമോൻ അടക്കമുള്ളവർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ വന്ന പാർട്ടികളൊന്നും ഇടതു പാർട്ടികളല്ല, സംഭവിച്ചത് തന്നോടുള്ള ഒരു വലിയ ചതിയാണ് എന്നുള്ള ചില സ്വരങ്ങൾ ഇതിനകത്ത് നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ BJPയുടെ ആരോപണവുമല്ല. അപർണ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇടതുമുന്നണിയല്ല, ഇത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്. ഇവിടെ ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പാർട്ടികൾക്കും സ്പേസ് ഉള്ളൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുമായി സഹകരിച്ച് നിൽക്കുന്നതിൽ ഇപ്പോൾ മുന്നണി വികസിപ്പിക്കുമ്പോൾ ഘടകകക്ഷിയാക്കാൻ കഴിയുന്ന പാർട്ടികളെ ഈ ഘട്ടത്തിൽ ഘടകകക്ഷികളാക്കിയിരിക്കുന്നു. എന്റെ സ്നേഹിതൻ ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു, ഈ മുന്നണിയിലേക്ക് ഇനി കൂടുതൽ ആര് പോകാനാണ്? ഈ രാധാകൃഷ്ണ മേനോന്റെ മുന്നണിയിലെ CK ജാനു ഇപ്പൊ അപേക്ഷയുമായി AK സെന്ററിൽ കയറി ഇറങ്ങുകയാണ്. നിങ്ങളോടൊപ്പം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ BJPയുടെ മുന്നണിയുടെ ഭാഗമായി, നേതാവായി, നിങ്ങളുടെ പോസ്റ്ററുകളിൽ അടിച്ച് പ്രചരിപ്പിച്ചിരുന്ന നിങ്ങളുടെ ഘടകകക്ഷിയായ, നിങ്ങളുടെ മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയായ
ഈ ജാനുവിന്റെ പാർട്ടി ഇപ്പോ Right. AK സെന്ററിൽ അപേക്ഷ കൊടുത്തിരിക്കുന്ന വിവരം എന്റെ സ്നേഹിതൻ രാധാകൃഷ്ണൻ മറന്നുപോകരുത്. Right, തീർച്ചയായിട്ടും ഏതായാലും സംസാരിക്കരുത്. ഏത് രീതിയിലുള്ള ചലനമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുക എന്നുള്ളത് കൃത്യമായി അറിയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. LDF-ന്റെ പുതിയ മുന്നണി വിപുലീകരണത്തോടുകൂടി LDF ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മുന്നണിയായോ എന്ന ചോദ്യമായിരുന്നു പ്രൈം ഡിബേറ്റ് ഉന്നയിച്ചത്. അതേ എന്ന് 34% പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടപ്പോൾ അല്ല എന്ന് 66% അഭിപ്രായപ്പെട്ടിരിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ അജയ് തറയിൽ, ആന്റണി രാജു, ജേക്കബ് ജോർജ്, അതോടൊപ്പം തന്നെ ശ്രീ ബി രാധാകൃഷ്ണൻ, ഒപ്പം മുഹമ്മദ് റിയാസ് ചർച്ചയിൽ പങ്കെടുത്തതിന് പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. നമസ്കാരം.